അതിബുദ്ധിയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരിക്കാം. പല കാരണം കൊണ്ട് അവർ വ്യത്യസ്തരാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത് ഈ അതിബുദ്ധിയുള്ള ആളുകൾ പലപ്പോഴും പല കാര്യങ്ങളും എല്ലാവരോടും ഒന്നും പറയാറില്ല എന്നുള്ളതാണ്. അവർ കുറേ കാര്യങ്ങൾ രഹസ്യമായി വെക്കുക എന്നുള്ളതിനേക്കാളേറെ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ്, അവർ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മറ്റുള്ളവരോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അതിബുദ്ധിമാന്മാർ ഈ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കും അത് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും പലപ്പോഴും ഗുണം ചെയ്യുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴുമല്ല. എന്തായാലും വീഡിയോ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ അതിബുദ്ധിമാന്മാർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്ത 10 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധി തന്നെയാണ്. അവരുടെ ട്രൂ ഇൻ്റലിജൻസ് എത്രയാണ് അവരുടെ ബുദ്ധി. അവർ ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര കഴിവുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അത് ആളുകളുമായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യില്ല. കാരണം അവർക്കറിയാം, ഒന്ന്, ഇതിനേക്കാൾ എനിക്ക് ഇനിയും വളരാനുണ്ട് എന്നുള്ളത്. തിരിച്ചറിവാണ് രണ്ടാമത്തത്. പെർഫെക്റ്റ് അല്ല, ഞാൻ ഇപ്പോഴും പെർഫെക്റ്റ് അല്ല, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഇപ്പം നല്ല പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധി കൊണ്ടാണിത് നേടിയത് എന്ന രീതിയിൽ അതാരോടും ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരം ആളുകൾ ശരിക്കും എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാലും ജസ്റ്റ് പാസ്സായിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല നോളജ് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ വളരെ സൗമ്യമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കഴിവുള്ളവരാണെന്ന് പുറത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഇൻസെക്യൂരിറ്റീസും അവരുടെ വീക്ക്നെസ്സും ആരോടും പറയാറില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീക്ക്നെസ്സൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് അവിടെ ആളുകളോട് സംസാരിക്കാൻ പേടിയാണ്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ വിറയലാണ്, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ ഫീലിങ്സും നമ്മുടെ വീക്ക്നെസ്സും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ പ്രശ്നമുണ്ട്, എനിക്ക് പുരുഷന്മാരെ കാണുമ്പോൾ പ്രശ്നമുണ്ട്, എന്തും നമ്മുടെ വീക്ക്നെസ് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ സത്യത്തിൽ അതിബുദ്ധിയുള്ളവർ ഇത് ആരോടും ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ സുഹൃത്തായിരിക്കുന്ന, ഇന്ന് നമ്മുടെ കൊളീഗായിരിക്കുന്ന ആള് നാളെ നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു ദിവസം വരുമ്പോൾ ഇവരിതന്നെ ഈ കാര്യം നമ്മുടെ വീക്ക്നെസ് എടുത്തിട്ട് ഒരായുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊമോഷന് കിട്ടാൻ നേരത്ത് ഞാനും എൻ്റെ കൂടെയുള്ള മറ്റേ ആളും കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറയേണ്ടി വന്നാൽ അത് പറയുകയും അദ്ദേഹത്തിന് ആ സൈറ്റ് കിട്ടുകയും ചെയ്യുക, അത്തരം കാര്യങ്ങൾ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീക്ക്നെസ്സും ഇൻസെക്യൂരിറ്റീസും പരമാവധി പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, പാസ്റ്റിനെക്കുറിച്ച് ഇവരധികം ചിന്തിക്കുകയോ പറയുകയോ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ആളുകളോട് സംസാരിക്കും, എൻ്റെ പഴയ കാലത്ത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട ആളാണ്, അത്ര ബുദ്ധിമുട്ടിയ ആളാണ് എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. ഇതൊന്നും ഈ അതിബുദ്ധിമാന്മാർ പറയില്ല എന്നുള്ളതാണ്. അവർ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. ഇന്ന് എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞു പോയതൊക്കെ അവർ വിട്ടേക്കും. അതിലുള്ള ദുഃഖങ്ങളും അതിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ വിട്ടേക്കും. പക്ഷെ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ മുന്നോട്ടെടുക്കൂ എന്നുള്ളതാണ്. നമുക്കും ശരിക്കും ഫോളോ ചെയ്യാവുന്നൊരു കാര്യമാണ്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഞാൻ സ്കൂളിലേക്ക് 10 കിലോമീറ്റർ നടന്നിട്ടാണ് പോയത്. ഇതൊന്നും ഇപ്പോൾ പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അന്ന് പട്ടിണി കിടന്നതിനെക്കുറിച്ചോ അന്ന് കഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ പറയുന്നതല്ല, ഇന്നെന്ത് എന്നും നാളെ എങ്ങനെയാവണം എന്നുള്ളതുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ രീതിയിലാണ് അതിബുദ്ധി മനുഷ്യന്മാർ ശ്രദ്ധിക്കുന്നത്. നാലാമത്തത് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ശേഷി, അവരുടെ സാലറി, ഇത്രയൊക്കെ ശമ്പളമാണെന്നോ, അവർക്ക് എന്തെല്ലാം അസറ്റ് ഉണ്ടെന്നോ, അവർക്ക് എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നോ, ഇതൊന്നും ആരോടും പറയാറില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരു കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിച്ച്നെസ് നോക്കിയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൂടെ ആവാമെന്നുള്ളതാണ്. നമ്മളാണെങ്കിലും എനിക്ക് തോന്നുന്നത്, എനിക്കിത്ര സ്ഥലമുണ്ട്, എനിക്കിത്ര സ്വർണ്ണമുണ്ട്, ഇത്ര വാഹനങ്ങളുണ്ട്, ഇത്ര വലിയ വീടുണ്ട്, ഇത്ര സാലറി ഉണ്ട്, ഇത്ര അസറ്റുണ്ട്, ഈ കാര്യങ്ങൾ
പരമാവധി ഷെയർ ചെയ്യാതിരിക്കാനുള്ളത്. പക്ഷേ ഷെയർ ചെയ്യേണ്ട ആളുകളോട് എപ്പോഴും ഈ പറയുന്ന എല്ലാവരുടെയും എക്സംഷൻ ഉണ്ടാവാം. ഫാമിലി മെമ്പേഴ്സിനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഫിനാൻസൊക്കെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് ടീമിനോട് നമ്മൾ കൃത്യമായിട്ട് തന്നെ രേഖകൾ കൊടുക്കണം. അത്തരം കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ പറയുമ്പോൾ ഞാൻ ഭയങ്കര റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉള്ളതും ഇല്ലാത്തതും പറയുന്നത് അതിബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ പ്രോബ്ലംസ് ആണ്. വ്യക്തിപരമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങൾ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കുക എന്നൊരു രീതി നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമാരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ കാണുന്നത് ഞാൻ കാരണം എന്നെക്കുറിച്ച് ഗോസിപ്പടിക്കാൻ, എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാൻ ആളുകൾക്കൊരവസരം കൊടുക്കുക എന്നല്ലാതെ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവരാരും എനിക്കതിന് സൊല്യൂഷൻ തരില്ല. എന്നാൽ സൊല്യൂഷൻ തരുന്ന എനിക്കൊരു അസുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. മറ്റെന്തെങ്കിലും ലീഗലാണെങ്കിൽ അതൊരു അഡ്വക്കേറ്റായിട്ട് സംസാരിക്കാം. അത്തരം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സംസാരിക്കുകയും ആവശ്യമില്ലാതെ എല്ലാവരോടും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെടി, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ഒരു രീതി അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിബുദ്ധിയുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഒരു റിലീജിയസ് വ്യൂവോ അവരുടെ പൊളിറ്റിക്സോ പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, പറഞ്ഞു നടക്കാറില്ല. നല്ല ബുദ്ധിയുള്ള പല ആളുകളെയും നമ്മൾ നോക്കൂ. ഇയാൾ പിന്നെ ഇടതാണോ വലതാണോ, ഇദ്ദേഹം BJP ആണോ മാർക്സിസ്റ്റ് ആണോ, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇദ്ദേഹം മതപരമായി ഭയങ്കര ഡിവോട്ടഡ് ആണോ അല്ലേ, ദൈവത്തോട് ഭയങ്കര ഭക്തിയുള്ള ആളാണോ അല്ലേ, ഇത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അവർ ആരോടും ഇത് പറയാൻ പോകുന്നില്ല എന്നുള്ളത്. അവരുടെ വിശ്വാസവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഒരു ആർഗ്യുമെൻറ്റിനെ അനാവശ്യമായ തർക്കങ്ങൾക്ക് ഇതിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം കൂടെ അവർ രഹസ്യമായിട്ട് വെക്കുന്നത്. ഏഴാമത്തെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാമിലി അഫയേഴ്സാണ്. കുടുംബകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നിൽക്കേണ്ട കുറേ കാര്യങ്ങൾ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള കാര്യങ്ങൾ, അച്ഛനും മക്കൾക്കും ഇടയിലുള്ള കാര്യങ്ങൾ, ആ ഫാമിലിയിൽ മൊത്തത്തിൽ അമ്മാവിനും അമ്മായി എല്ലാവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങളും അവരുടെ വീക്ക്നെസ്സും അവരുടെ കുറവുകളും അവരുടെ കുറ്റങ്ങളും അവർ പറഞ്ഞതും അവരുടെ തമാശകളും, ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയടാ ഇന്നലെ എൻ്റെ അമ്മാവിന് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, എൻ്റെ അമ്മാവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അമ്മായിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റി, ഇന്നലെ ഒരു അബദ്ധം പറ്റി, ഇങ്ങനെ വീട്ടിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും പുറത്തു പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ആർക്കും ഉപയോഗിച്ചതല്ല. ബുദ്ധിയുള്ള ആളുകളൊന്നും ഇത് പുറത്ത് സംസാരിക്കാറില്ല. മറ്റുള്ളവർക്കൊരു സംസാര വിഷയമായിട്ട് നമ്മുടെ ഫാമിലി മാറരുത് എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. ഭാവി പദ്ധതികൾ, പ്ലാനുകൾ പരമാവധി ബുദ്ധിയുള്ളവർ പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നെന്ന് പറയുന്നത്, ഇത് നമ്മൾ കമ്മിറ്റഡ് ആവുന്നു, മറ്റൊരാളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മിറ്റഡ് ആവുന്നതിൻ്റെ പേരിൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമം, ഇതൊക്കെ ആവുമ്പോൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കുന്നത്, ഫ്യൂച്ചർ പ്ലാൻ പറയാൻ പോകുന്നില്ല. പിന്നെ വേറെ പല രീതിയിലും ഇതിനെ കാണാറുണ്ട്. പലപ്പോഴും ഫ്യൂച്ചർ പ്ലാനുകൾ പറഞ്ഞാൽ അത് ചോർന്നു പോകുന്നത്, മറ്റുള്ളവർ ഇത് ഏറ്റെടുക്കുന്നത്, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ഒരുപാട് ആളുകളിലേക്ക് ഇത് പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവനവൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നതും. ഒന്നതാമത്തെ കാര്യം, പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്നുമില്ല, ചാരിറ്റിയാണ്, പേഴ്സണൽ ചാരിറ്റി. ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. വളരെ ചെറിയ 10 രൂപയുടെ സഹായം കൊടുക്കുകയാണെങ്കിൽ അതുപോലും സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് പബ്ലിക്കിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും അവർ ചെയ്യുന്ന സേവനങ്ങളും അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും പരമാവധി ആളുകൾക്ക് പറയാറില്ല. അതിൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഒരു പുണ്യം, അവർ കാണുന്ന പുണ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലല്ല കിട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാലത്തും ഒരുപോലെ സാമ്പത്തികമായിട്ട് ഉണ്ടാവണമെന്നില്ല. ഒരു നല്ല ഫിനാൻഷ്യലി സൗണ്ടായിരിക്കുന്ന സമയത്ത് വലിയൊരു സഹായമൊക്കെ കൊടുത്ത് നാട്ടുകാരൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എക്സ്പെക്റ്റേഷനിലാണ് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങൾ അതിനെ ലോജിക്കലി അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിബുദ്ധിയുള്ള ആളുകൾ ഈ ചാരിറ്റിയെയും രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അവസാനമായി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് കുറച്ചുകൂടി മര്യാദയുള്ള രീതിയിലാണ് സംസാരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ടാണ്. സമയവുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നത് അവരുടെ സംസാരത്തിൽ ഒരിക്കലും ഒന്ന് പുറത്തു പോയിട്ട് ചായ കുടിച്ചു വരണമെങ്കിൽ അതിന് 5 മിനിറ്റാണ് ഇറക്കിയെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം എന്നാണ് പറയുക. ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആകും, ഞാൻ 11-നൊക്കെ എത്തുള്ളൂ, പിന്നെ ഇപ്പോൾ 4 മണിക്ക് എത്തൂല, 4:30-ക്ക് എത്തൂ. പറയുന്ന ടൈമൊക്കെ കൃത്യമായിരിക്കും. നമ്മൾ അതിനു പകരം 10 മിനിറ്റ് സമയം എടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അപ്പോൾ പോലും 1 മിനിറ്റ് കേട്ടോന്നുകൊണ്ടാണ് പോകുക.
ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത് 1 മിനിറ്റ് എന്നാണ് പറയാം. ആ കോൾ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് അറിയില്ല. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ആ കോൾ കട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റണം. പക്ഷെ പലപ്പോഴും ആ കോൾ വലിയ കോളായി പോവുകയും ഇവിടെ വെയിറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതിബുദ്ധിയുള്ളവർ ആ സമയം ഈ 1 മിനിറ്റിന് പകരം 1 മിനിറ്റ് ആണെങ്കിൽ മാത്രം 1 മിനിറ്റ് എന്ന് പറയും. 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ എത്രയാണ് ഷാർപ്പ് സമയമാണ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമെന്ന് പറയുന്നത് അതിബുദ്ധിയുള്ളവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്ത, പറയാത്ത, രഹസ്യമാക്കി വെക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ്. അത്തരം കാര്യങ്ങൾ നമ്മളും ഒബ്സർവ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എന്തായാലും ഇത്തരം വീഡിയോകൾക്കായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks.